സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ഇന്ന് 2023 മാർച്ച് 28 ചൊവ്വാഴ്ച. ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമായിരുന്നു. മാത്രമല്ല ഒരു പ്രത്യേകിച്ച് ട്രേഡുകളൊന്നും കിട്ടാത്ത രീതിയിലുള്ള വളരെ റേഞ്ച് ബൗണ്ടായ ഒരു മാർക്കറ്റായിരുന്നു ഇന്ന് നമുക്ക് കിട്ടിയത്. എന്തായാലും എങ്ങനെ ഉണ്ടായിരുന്നു നോക്കാം. നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 16,985 നിന്ന് 46 പോയിന്റ് ഗ്യാപ്പോടുകൂടി 17,031 ഇന്ന് ആരംഭിച്ചത്. 17,061 ഡേ ഹൈയും 16,913 ഡേ ലോയും വന്നതുവഴി 148 പോയിന്റിൻ്റെ അഥവാ 0.87% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 17,031 നിന്ന് 80 പോയിന്റ് നഷ്ടത്തിൽ 16,951 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 39,431 ഇന്നലെ അവസാനിച്ച സ്ഥലത്ത് നിന്ന് 114 പോയിന്റ് ഗ്യാപ്പോട് കൂടി 39,545 ഇന്ന് ഓപ്പൺ ആയത്. 39,645 ഡേ ഹൈയും 39,326 ഡേ ലോയും വന്നതുവഴി 319 പോയിന്റിൻ്റെ ഇൻട്രാഡേ അഥവാ 0.81% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 39,545 നിന്നും 22 പോയിന്റ് ലാഭത്തോടുകൂടി 39,567 മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 17,616 ഇന്നലെ അവസാനിച്ച സ്ഥലത്ത് നിന്നും 52 പോയിന്റ് ഗ്യാപ്പോട് കൂടി 17,668 ഇന്ന് ആരംഭിച്ചത്. 17,698 ഡേ ഹൈയും 17,589 ഡേ ലോയും വന്നതുവഴി 109 പോയിന്റിൻ്റെ അഥവാ 0.62% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 17,668 നിന്നും ഒരു അതേ സെയിം ഡോജി രീതിയിലാണ് ഇന്ന് അവസാനം 4 പോയിന്റ് നഷ്ടത്തിൽ 17,664 നിഫ്റ്റി ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇന്ത്യ വിക്സ് ഇന്ന് ആരംഭിച്ചിരിക്കുന്നത് 15.45 ഡേ ഹൈ 15.61 ഡേ ലോ 14.87 ആയിരുന്നു. 2.27% വിക്സ് അഥവാ വൊളാറ്റിലിറ്റി കുറഞ്ഞുകൊണ്ട് 15.1 ഇന്ന് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ഒരു പഴയ ഞാൻ മുൻപ് തൊട്ടേ കുറേ കാലങ്ങളായി ഫോളോ ചെയ്ത് വരുന്ന കുറേ ട്രെൻഡ് ലൈൻസിൻ്റെ ഒരു ശേഖരമാണിത്. അതായത് കൊറോണ റിക്കവറി മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അത് ഫോളോ ചെയ്ത് വന്ന ഒരു ട്രെൻഡ് ചാനലിൻ്റെയൊക്കെ എവിടെയൊക്കെ ഒരു സ്വിങ് ഹൈയും ലോയും ഡേ ക്യാൻഡിൽ കിട്ടുന്നുണ്ടോ അവിടെ ഒരു മാർക്ക് ചെയ്ത് വെച്ചിട്ട് ഇതുവരെയും എനിക്ക് കിട്ടിയ ഒരു ചാർട്ട് അല്ലെങ്കിൽ കുറച്ച് ട്രെൻഡ് ലൈൻസ് അതിൽ വലിയ പ്രത്യേകതകളൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ഒരവസ്ഥ വെച്ച് നോക്കുമ്പോൾ അതിന് വളരെയധികം പ്രത്യേകതകൾ കണ്ടു. അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. നോക്കുകയാണെങ്കിൽ ഇവിടെ 2021 ഒക്ടോബർ 18, അതേപോലെ 2022 ജനുവരി 18, അതേപോലെ ഏപ്രിൽ 1 ഈ 3 ഡേറ്റുകൾ തമ്മിൽ കണക്ട് ചെയ്ത് ഒരു ട്രെൻഡ് ലൈൻ വരച്ചപ്പോൾ അത് ഈ മുകളിൽ യെല്ലോ ലൈനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. ഈ ഒരു ലൈൻ അത് മുൻപ് വരച്ചിട്ടതാണ്. അതിനുശേഷം അതിന് ഒരു ഇമ്പോർട്ടൻസ് കണ്ടില്ല. പിന്നീട് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ കൺസോളിഡേറ്റ് അല്ലെങ്കിൽ റേഞ്ച് ബൗണ്ടായി പോകുന്നത് എക്സാക്ട്ലി ആ ഒരു ട്രെൻഡ് ലൈൻ മുകളിൽ തന്നെയാണ്. ചെറുതായിട്ട് മുകളിലോട്ട് പോകുന്നു, വീണ്ടും ട്രെൻഡ് ലൈനിലോട്ട് വരുന്നു, അതിൽ തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ എനിക്ക് തോന്നുന്നു ഇത് നല്ലൊരു സപ്പോർട്ടായി ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് ദിവസം കൂടി ഇത് കളിച്ചിട്ട് ഇവിടെ തിരിച്ച് പൊങ്ങി പോകും തോന്നുന്നു. അതല്ലാതെ മറ്റുള്ള ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം തന്നെ ഫർദർ ഫോളാണ് കാണിക്കുന്നത്. ഇപ്പം നിങ്ങൾ എന്താ പറയുക മൂവിങ് ആവറേജോ മറ്റ് സംഭവങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ താഴോട്ട് പോകണം എന്നാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ നല്ലൊരു പവർഫുൾ ട്രെൻഡ് വന്ന് അത് ബ്രേക്ക് ചെയ്തിട്ട് മുകളിലോട്ട് കയറി വരണം. എന്തായാലും എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് ഈ ഒരു ട്രെൻഡ് ലൈനിൽ നിന്ന് മുകളിലോട്ട് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് കയറും എന്ന് എനിക്ക് എൻ്റെ മനസ്സിലൊരു തോന്നൽ വരുന്നുണ്ട്. സോ നമുക്ക് പ്രതീക്ഷിക്കാം ആ രീതിയിലൊരു മൂവ്മെൻറ്റ് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് പോകാം. നമുക്ക് സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ 2 സ്റ്റോക്കുകൾ അപ്പായിട്ടുണ്ട്. UPLും ചോല ഫിനാൻസും 2% കൂടുതൽ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. ടെക് മഹീന്ദ്ര, ടാറ്റ മോട്ടോഴ്സ്, IEX, ഹീറോ മോട്ടോ കോർപ്പറേഷൻ, ബന്ധൻ ബാങ്ക്, അദാനി പോർട്സ്, അദാനി എന്റർപ്രൈസസ് ഇതെല്ലാം തന്നെ 2% കൂടുതൽ നഷ്ടവും ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കാം. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 7,055 കോടിയുടെ ബൈങ്ങും 5,524 കോടിയുടെ സെല്ലിംഗ് നടത്തിയത് വഴി 1,531 കോടിയുടെ നെറ്റ് ബൈങ് ആണ് നടത്തിയിരിക്കുന്നത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 4,638 കോടിയുടെ ബൈങ്ങും 4,794 കോടിയുടെ സെല്ലിംഗ് നടത്തിയ വഴി 156 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും 1,375 കോടി നെറ്റ് ബൈങ് ആണ് ഇന്ന് മാർക്കറ്റിൽ എഫക്റ്റ് ആയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഇത് എവിടെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എനിക്കൊന്നും കാണാൻ പറ്റിയിട്ടില്ല. മാർക്കറ്റ് മൂവ്മെൻറ്റ്സിൽ ഇങ്ങനെ ഒരു സംഭവങ്ങൾ കാണാൻ സാധിച്ചിട്ടില്ല. എന്തായാലും നാളെ ഇതിൻ്റെ ഒരു എന്താ പറയുക ഇതിൻ്റെ ഒരു ചലനം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
ഞങ്ങൾ ഇന്ന് 5335 രൂപയുടെ നഷ്ടത്തിലാണ് ഇന്ന് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇതുവരെയായിട്ട് ഈ മാസത്തിൽ ഇനി 5,03,533 രൂപയുടെ പ്രോഫിറ്റ് ഞങ്ങൾക്ക് ബാക്കിയുണ്ട് ഇതുവരെ ഉണ്ടാക്കിയതിൽ. അപ്പോൾ 1,00,000 രൂപയുടെ ക്യാപിറ്റൽ വെച്ചാണ് ഞങ്ങൾ ഇത് 5.3% ലോസാണ് ഇന്ന് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ലെവൽസ് നോക്കാം. ലെവൽസിൽ വലിയൊരു സംഭവങ്ങൾ തന്നെ പറയാൻ മാത്രമില്ല. ഇന്ന് ബ്രേക്ക്ഔട്ട് ലെവലിൻ്റെ മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. ദെൻ സ്ലോലി താഴോട്ട് വന്നു, എങ്ങോട്ടും പോവാതെ യെസ്റ്റർഡേ ലോയിൽ ടച്ച് ചെയ്തിട്ട് വീണ്ടും കൺസോൾട്ടേഷനിലോട്ട് തന്നെ പോയി. ഒരു നല്ലൊരു ട്രേഡൊന്നും കിട്ടാൻ മാത്രമുള്ള ഒരു മൂവ്മെൻറ്റ് ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മാർക്കറ്റ് അതായത് നമ്മുടെ 3 ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ മൂന്നും ഒരു ഡൈവേർജൻസ് അല്ലെങ്കിൽ വിപരീത ദിശയിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് ഒരു ഡേ ക്യാൻഡിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനർത്ഥം മാർക്കറ്റിൽ ഒരു അൺസർട്ടനിറ്റി അഥവാ എങ്ങോട്ടെങ്കിലും ഒരു ഡയറക്ഷൻ മാറുമ്പം ഉണ്ടാവുന്ന ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ബ്രേക്ക്ഔട്ട് ലെവലിൻ്റെ മുകളിൽ ഓപ്പണായി, ബ്രേക്ക്ഔട്ട് ലെവലിൻ്റെ താഴോട്ട് ബ്രേക്ക് ഡൗൺ ലെവലിൻ്റെ താഴെ വന്നു, തിരിച്ചു കയറി. അത് റേഞ്ച് ബൗണ്ടായിട്ട് ആഫ്റ്റർനൂൺ സെഷൻ 2:30 ആ സമയത്തേക്ക് ചെറിയൊരു മൂവ്മെൻറ്റ് കിട്ടി. അതല്ലാതെ കാര്യമായ ഒരു മൂവ്മെൻറ്റ് ഇന്ന് മാർക്കറ്റിലൊന്നും ഉണ്ടായിരുന്നില്ല. ഫിൻ നിഫ്റ്റി ഇന്ന് എക്സ്പയറി ആയിട്ട് പോലും കാര്യമായ ഒരു മൂവ്മെൻറ്റ് അതിനകത്ത് ഇൻഡെക്സിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇനി നമ്മുടെ മാർക്കറ്റ് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ മാർക്കറ്റ് മോസ്റ്റ് പ്രോബബ്ലി ഇവിടുന്ന് ഒരു തിരിച്ച് കയറ്റത്തിന് വേണ്ടി ശ്രമിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നാളെയോ മറ്റന്നാളോ ഇവിടെ ഒന്ന് ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ചു പോകും. എന്തായാലും 17,800 മുകളിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നാൽ മാത്രമേ മാർക്കറ്റ് റിക്കവറി ആകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു കൺഫർമേഷൻ കിട്ടുള്ളൂ. അതുവരെയും മാർക്കറ്റ് ഒരു പുതിയ ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ താഴോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കും. ഞാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു ലോവർ ലോ വന്നു, ലോവർ ഹൈ. ഇനി ഇവിടെ വന്നിട്ട് ചിലപ്പോൾ വീണ്ടും ഇതേപോലെ ഒന്ന് പൊങ്ങി ഒന്നതായിട്ട് കാണിക്കാം, എന്നിട്ട് ഫർദർ ഫോളോ വരാം. എന്തായാലും ഇവിടെ ഈ 17,800 മുകളിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ടച്ച് ചെയ്യാതെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് മാർക്കറ്റ് റിക്കവറി ആണ് എന്ന് പറയാം. ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങളുള്ളത്. പുതിയ വീഡിയോ ആയിട്ട് നാളെ കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.